ഹായ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിസ്കസ് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻ ആണ്. ഇതിന്റെ യോക്ക് കണ്ടില്ലേ, വളരെ ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ്. അതുകൊണ്ട് യോക്കിലാണ് ഇതിന്റെ വർക്ക് മെയിൻലി പോയേക്കുന്നത്. നല്ല കളർ ഷെയ്ഡ്സിലാണ് ഇതെല്ലാം കൊണ്ടുവന്നേക്കുന്നുണ്ടല്ലോ. എല്ലാം വളരെ ഹെവി ആയിട്ടുള്ള വർക്ക് ആൻഡ് നല്ല കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്തത്. ഫുള്ളും ഹാൻഡ് വർക്കാണ് പോയേക്കുന്നില്ലേ. ഫുൾ മെയിൻലി അതിനകത്ത് ഫ്രഞ്ച് നോട്ട്സിന്റെയും ഒക്കെ ഉള്ളൊരു ഹെവി ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ്. എല്ലാത്തിൻ്റെയും പാറ്റേൺസ് സെയിം അല്ല, അതുണ്ടോ ഈ പരണെല്ലാം ഡിഫറൻസ് ഉണ്ട്. ഫാബ്രിക് വൈസും അതിൻ്റെ ആ ഒരു പ്രൈസ് വൈസും എല്ലാം സെയിം ആണ്. ചിലതിൽ പാറ്റേൺസിൽ ഡിഫറൻസ് വരുന്നുണ്ട്. എല്ലാം നല്ല ഹെവി വർക്ക്. സോ അപ്പോൾ ഇത് യൂഷ്വലി നമ്മൾ എപ്പോഴും കാണുന്ന ആ കളർ, നല്ലൊരു വാട്ടർമെലൺ റെഡ് പോലത്തെ കളർ ഷെയ്ഡിൽ ഇങ്ങനെ വരും. എൻ്റെ യോക്ക് പോർഷൻ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് യൂസ് ചെയ്തിരിക്കുക. നല്ലൊരു കളർ ഷെയ്ഡാണ്. പ്യുവർ ഷിഫോൺ ദുപ്പട്ട. അതിൽ വന്നിട്ട് ഹാൻഡ് വർക്ക് ഒന്നും പോയിട്ടില്ല. അതായത് ബോർഡറിൽ ലേസ് അറ്റാച്ച്മെന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതേപോലെ നിൽക്കും. പ്യുവർ ആയിട്ടുള്ള ബോട്ടമാണ് ലുക്ക്. സോ അടുത്ത ഷെയ്ഡ് ഈ ഒരു ടോൺ ആണ്, ഒരു ആഷ് ബ്ലൂ കളർ ഷെയ്ഡാണ്. ടോപ്പിനേക്കാൾ ഒരു ലൈറ്റ്, ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു പൊടിക്കും അങ്ങനെ പറയില്ല, അതുപോലെ ഒരു ലൈറ്റ് ആയിട്ടൊരു കോൺട്രാസ്റ്റ് ആയിട്ടാണ് ദുപ്പട്ട. അത്രയും വീഡിയോയിൽ കാണുന്ന അത്രയല്ല, വളരെ ലൈറ്റ് ആയിട്ട്. ഇതാണ് എൻ്റെ ലുക്ക്. ഇതിലെ ഡീറ്റെയിലിംഗ് ഞാൻ ആദ്യമേ കാണിച്ചില്ല. നല്ല ഹെവി ഹാൻഡ് വർക്ക് യോക്കിൽ മാത്രം, ബാക്കിയെല്ലാം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ദുപ്പട്ടയിൽ വരുമ്പം ലേസ് ബോർഡർ ആണ് 4 ബോർഡേഴ്സിലും ചെയ്തേക്കോ. ഷിഫോൺ ദുപ്പട്ട. ഇതൊരു വാട്ടർമെലൺ കളർ ഷെയ്ഡാണ്, സോറി ഓണിയൻ റെഡ് കളർ ഷെയ്ഡാണ്. സോ നെക്സ്റ്റ് കളർ ഇതാണ് വന്നേക്കുന്നത്. നല്ല ഫാസ്റ്റ് സെല്ലിംഗ് കളറാണ്. ചിലത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ടോപ്പും ദുപ്പട്ടയും തമ്മിൽ ഒരുപാട് വേരിയേഷൻസ് ഉള്ളവരെ കാണിക്കും. അങ്ങനെ ഒത്തിരി ഓവർ വേരിയേഷൻ ഇല്ല, ലൈറ്റ് വേരിയേഷൻ ഉള്ളത് ഞാൻ ജസ്റ്റ് പറയാറുണ്ട്. ഇത് സെയിം കളർ തന്നെയാണ്. 1540 ആണ് പ്രൈസ്. സോ അപ്പോൾ അതിലെ നെക്സ്റ്റ് കളർ ഈ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ലെവൻഡറിന്റെയും വയലറ്റിന്റെയും ഒരു ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്. വിസ്കസ് ജോർജറ്റ് ഫാബ്രിക്കിൽ ടോപ്പ്, ഹെവി ഹാൻഡ് വർക്ക് യോക്ക്. ദുപ്പട്ട ഷിഫോൺ ആണ്. അതിൽ ബോർഡേഴ്സിൽ ലേസ് ചെയ്തേക്കുന്നു, പ്ലെയിൻ ആയിട്ട് വരുന്നു. ഇനി ദുപ്പട്ടയിലോട്ട് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് നോർമലി ഉള്ള പോലെ വർക്ക് വന്നാലും റേറ്റ് കൂടി പോകും, ഹെവി ഹാൻഡ് വർക്ക് ആയതുകൊണ്ട്. അതുകൊണ്ട് ദുപ്പട്ട ജസ്റ്റ് പ്ലെയിൻ. ബോട്ടം പ്യുവർ സാൻഡൂൺ ആണ്. ഇത് വീഡിയോയിൽ കാണുന്ന ബ്ലൂ അല്ല, ബ്ലൂ ആണ് ഷെയ്ഡ്. എന്നാൽ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന, നല്ല ഒരു ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു കളർ ഷെയ്ഡാണ്. ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു ടോണാണ്. എന്നാൽ എക്സാക്ട് സ്കൈ ബ്ലൂ അല്ല, ആ ബ്ലൂവിനകത്ത് ഒരു എന്തോ ഒരു വയലറ്റിന്റെ ബ്ലെൻഡ് ഉള്ള പോലത്തെ ഒരു ഷെയ്ഡാണ്. യോക്ക് എല്ലാത്തിലും കളേഴ്സ് അനുസരിച്ച് എല്ലാത്തിലും യോക്കിലെ വർക്ക് ചിലതിലെല്ലാം വേരിയേഷൻ വരുന്നുണ്ട്. ഇപ്പം ഈ വർക്ക് നോക്കണ്ട, നമുക്ക് ഇതിൻ്റെ എല്ലാം ഇത്രയും കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം എല്ലാത്തിലും ഓരോ കളേഴ്സിലും ചിലപ്പം പല വർക്ക്സ് എല്ലാം നല്ല ഹെവിയാണ്. അങ്ങനെ ബോറായിട്ടുള്ള ഒരു വർക്കും വന്നില്ല, എല്ലാം നല്ല ഹെവി ആയിട്ടും നല്ല അടിപൊളി വർക്കുമാണ്. അപ്പം നമ്മൾ ജസ്റ്റ് കളേഴ്സ് നോക്കുക, വർക്ക് നോക്കണ്ട. എല്ലാം നല്ല ഹെവി യോക്കിലാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇതാണ് ഓവറോൾ ലുക്ക്. 1540 പ്രൈസ്. സോ ഇതാണ് ലാസ്റ്റ് കളർ. നല്ല ബ്യൂട്ടിഫുൾ ക്യൂട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു പിങ്ക് കളറാണ്. വീഡിയോയിൽ കോൺട്രാസ്റ്റ് ആയിട്ടായിരിക്കും കാണുക ടോപ്പും ദുപ്പട്ടയും. നേരിട്ട് വരുമ്പോൾ കോൺട്രാസ്റ്റ് ഒന്നും ഇല്ല. ബേസിന്റെ തന്നെ ബേസ് വരുമ്പോൾ കുറച്ച് ഹെവി വർക്ക്, അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. സെയിം ആണ് ഇത്രയും കളേഴ്സ്. താങ്ക് യു.